ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇതുപോലെ റിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ പേപ്പർ വെച്ചുണ്ടാക്കിയ റിങ്ങാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ഇതുപോലെ റിങ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ വെറും ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഹോം മെയ്ഡ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റിങ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ന്യൂസ് പേപ്പറാണ് ആവശ്യം. അപ്പോൾ ഇത്രയും വലിയ ന്യൂസ് പേപ്പറൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഒരു ചെറിയ പീസ് മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നീളത്തിലൊരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പീസ് ഞാൻ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫിംഗറിൻ്റെ ആ ഒരു മെഷർമെൻ്റ് അനുസരിച്ച് ആ ഒരു വലുപ്പത്തിന് എടുത്താൽ മതി. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കട്ടിയിലിരിക്കണം. ഇതിങ്ങനെ പെട്ടെന്ന് ബ്രേക്കായി പോകാനൊന്നും പാടില്ല. അത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു തവണ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതേപോലെ മേലേന്ന് ഇതുപോലെ വളരെ തിന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ആ വലുപ്പത്തിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമുക്കിതിൻ്റെ ബേസ് ഇതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് കയ്യിൽ വെച്ചൊന്ന് മെഷർമെൻ്റ് എടുക്കുക. നമ്മുടെ കയ്യിൻ്റെ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ കുറച്ച് ഗം വെച്ച് ഈ ഒരു അളവിന് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ബാലൻസ് വരുന്ന ചെറിയ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഫ്ലവറാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഇതുപോലെ ഒരു ചെറിയ സർക്കിൾ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാനിതിന് മുന്നത്തെ കുറേ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോട്ടിൽ ഡോൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലും പിന്നെ ഒരു ബൈസൈക്കിൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലും ഞാൻ ഈ ഫ്ലവർ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോ രണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ചുരുട്ടി കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചുരുട്ടി കൊടുത്താലും മതി. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചുരുട്ടി കൊടുത്തതിന് ശേഷം ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു എൻ പോർഷനിൽ നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ലൂസായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ഫ്ലവർ കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ലൂസായി കൊടുക്കുന്നതാണ് നല്ലത്. ഇതിന് കൂടി പിടിച്ചിരിക്കുന്നതിനേക്കാളും പെറ്റൽസ് ഇങ്ങനെ സെപ്പറേറ്റായി കാണാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവറും റിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സാധാ ഗം ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ റിങ് ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ നെയിൽ പോളിഷാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെയിൽ പോളിഷ് ആകുമ്പോൾ നമുക്കൊരു ഷൈനിയും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയിൽ പോളിഷ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കൈ കിടക്കുന്ന റിങ് ഞാൻ നെയിൽ പോളിഷ് വെച്ചിട്ട് തന്നെ പെയിൻറ്റ് ചെയ്തതാണ്.
അപ്പോൾ അതൊരു ബ്ലാക്ക് നെയിൽ പോളിഷ് വെച്ച് പെയിൻറ്റ് ചെയ്തതാണ്. ഇതിലിപ്പോൾ ഞാനൊരു പേർപ്പിൾ കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഡ്രസ്സിന് മാച്ചായിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നെയിൽ പോളിഷ് വെച്ച് കളർ ചെയ്ത് ഇയറിംഗ് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് പെയിൻറ്റ് ചെയ്ത റിങ് കണ്ടാൽ പെട്ടെന്ന് ആരും പറയില്ല ഇത് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ റിങ്ങാണെന്നൊന്നും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു 2 റിങ് എന്ന് പറയുന്നത് ഞാൻ കളർ പേപ്പർ വെച്ച് തന്നെ ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതല്ല, കളർ പേപ്പർ വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.